സംസ്ഥാനത്ത് കാടുമൂടിക്കിടക്കുന്ന പറമ്പുകൾ ഉടമ വൃത്തിയാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി ചിലവ് ഉടമയിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ കാടുമൂടിക്കിടക്കുന്ന പറമ്പുകൾ ഉടമ വൃത്തിയാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി അതിന്റെ ഉടമയിൽ നിന്നും ഈടാക്കണമെന്ന പഞ്ചായത്തി രാജ് നിയമം കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് കർശന നിർദ്ദേശം നൽകി. സംസ്ഥാനത്തൊട്ടാകെ കാടുപിടിച്ചു കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കാൻ പറമ്പുകളുടെ ഉടമകൾക്കോ കൈവശക്കാർക്കോ നിർദ്ദേശം നൽകണമെന്ന് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകി കഴിഞ്ഞു. 2021 മാർച്ച് 24-ന് അയൽപ്പക്കത്തെ കാട് കയറി കിടന്ന പറമ്പിൽ നിന്നും പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരനായ കുട്ടി മരിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് കാടുപിടിച്ച പറമ്പുകൾ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് 1994-ലെ കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ സെക്ഷൻ 238, 239, 240 പ്രകാരം ഉടമകൾക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. കാടുപിടിച്ച പറമ്പ് കൃഷിക്കോ വ്യക്തിക്കോ ആപത്തുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പഞ്ചായത്ത് കരുതുന്ന പക്ഷം ആ സ്വകാര്യ പറമ്പിലെ വൃക്ഷമോ ശാഖകളോ മുറിച്ചു മാറ്റണമെന്നും കാട്ടുചെടികൾ, ഹാനികരമായ വൃക്ഷ സസ്യാദികൾ, ഇഴജന്തുക്കൾ, ഉപദ്രവകാരികളായ മൃഗങ്ങൾ എന്നിവ അയൽവാസികൾക്ക് ഉപദ്രവമായിട്ടുള്ളതാണെങ്കിൽ ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയിട്ടും ഉടമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം സെക്രട്ടറിക്ക് നേരിട്ട് വൃത്തിയാക്കാം. ഇതിന് വരുന്ന ചെലവ് ഉടമയിൽ നിന്ന് റിക്കവറി വഴി ഈടാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് NCV.